എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാം വീടുകളിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു ശബ്ദമാണ് നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം കണ്ടത്. കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം സാധാരണമായ ഈ ശബ്ദം കേട്ടില്ലെങ്കിൽ ഇതിലും ഭീകരമായ ശബ്ദമോ അപകടമോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വലിയൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ദൃശ്യത്തിൻ്റെ ഭാഗമാണ് ഇത്. ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള 4 മുൻകരുതലുകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ മുഴുവൻ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പ്രഷർ കുക്കറിൽ പ്രഷർ നിറയുമ്പോൾ പുറത്തേക്ക് പോകാനുള്ള പ്രഷർ വാൽവാണ്. ഇത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. അടുത്തത് പ്രഷർ കുക്കറിൻ്റെ സേഫ്റ്റി വാൽവാണ്. പ്രഷർ കുക്കറിൽ പ്രഷർ നിറയുമ്പോൾ പ്രഷർ പോകേണ്ട ഹോളിലൂടെ പ്രഷർ പോയിട്ടില്ലെങ്കിൽ ഈ സേഫ്റ്റി വാൽവിലൂടെ പ്രഷറെല്ലാം പുറത്തേക്ക് പോവുകയും അപകടം ഒഴിവായി കിട്ടുകയും ചെയ്യും. പ്രഷർ കുക്കർ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് പ്രഷർ വാൽവും കഴുകി വൃത്തിയാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഈർക്കിലോ കമ്പിയോ ഉപയോഗിച്ച് ഇത് വൃത്തിയാക്കിയെടുക്കാം. അതിനുശേഷം പ്രഷർ കുക്കറിൻ്റെ അടപ്പിൽ വെള്ളം നിറച്ച് നോക്കിയാൽ നമുക്ക് ഇത് ക്ലീൻ ആയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ വെള്ളം പോകുന്നുണ്ടെങ്കിൽ ഇത് ക്ലീൻ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് എൻ്റെ ഒരു അനുഭവം കൂടെ ആണ്. പൊടിയരി, നുറുക്കുകോതമ്പ് ഇതുപോലെയുള്ള ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വേവിക്കുമ്പോഴാണ് പ്രഷർ വാൽവ് അടഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വേവ് വളരെ കുറവാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും സാധാരണ പാത്രങ്ങളിൽ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രഷർ ലിഡാണ്. ഇത് എപ്പോഴും ക്ലീനാക്കി വെക്കണം. ഒരു ബ്രഷോ ടൂത്ത് പിക്കോ ഒക്കെ ഉപയോഗിച്ച് ഇത് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഹോളൊക്കെ അടഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അടുക്കള. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഈ കാണിക്കുന്ന സേഫ്റ്റി വാൽവ് രണ്ടും ഓരോ പ്രാവശ്യം പൊട്ടിത്തെറിച്ചതിന് ശേഷം മാറ്റി പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇതുപോലെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും പ്രഷർ കുക്കറിൻ്റെ വാൽവ് ക്ലീൻ ചെയ്ത് വെക്കുക. നല്ല ക്വാളിറ്റിയുള്ള പ്രഷർ കുക്കർ നോക്കി വാങ്ങുക. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ പ്രഷർ കുക്കറിൻ്റെ പകുതി അളവിൽ കൂടുതൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരിക്കലും അതിൽ കുക്ക് ചെയ്യരുത്. എപ്പോഴും ഉപയോഗിക്കുന്ന പ്രഷർ കുക്കറിൻ്റെ പകുതി അളവിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതാണ് നല്ലത്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് വലിയ അപകടങ്ങൾ ഒഴിവാക്കാം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.